കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിച്ചു. അതിലേക്ക് മുതൽ കണ്ടെത്തിയതിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. പക്ഷെ ഇത് മെറ്റീരിയൽ കോസ്റ്റോ അല്ലെങ്കിൽ തൊണ്ടി സാധനമോ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് സന്നിധാനത്തിൽ നിന്ന് ഇത് പോകാനുള്ള ഇടയായ സാഹചര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇവിടെ തിരുവാഭരണം ഇരിക്കുന്ന സ്ഥലം അതല്ലെന്ന് ഒരിക്കലത്തിന്റെ സന്നിധാനം ഇതൊക്കെ കൽപ്പിക്കുന്ന ഒരു പരിശുദ്ധിയുണ്ട്. അവിടെ നിന്നൊരു ഗൂഢാലോചന നടത്താതെ കൊണ്ടുവരാൻ പറ്റിയില്ല. മാത്രമല്ല അത് സ്റ്റേറ്റിന് പുറത്തേക്കാണ്, ബെല്ലാരിയിലാണ് എത്തിയിരിക്കുന്നത്. കേരളത്തിന്റെ അതിർത്തി കടക്കുന്നത് വരെ ഒരു ചെക്ക് പോസ്റ്റ് പോലും അവരെ തൊടാതെ അവർ പറന്നുപോയി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതിന്റെ അന്വേഷണം കൃത്യമായി നടക്കണം. ഈ തൊണ്ടി മുതൽ കണ്ടെടുത്തത് കൊണ്ട് മാത്രമല്ല, എങ്ങനെ ഈ തൊണ്ടി മുതൽ അവിടെ എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ പ്രശ്നം ഇതിന്റെ മെറ്റീരിയൽ കോസ്റ്റ് മാത്രമല്ല, ഇതിന്റെ അതിനേക്കാൾ അപ്പുറത്ത് ഒരു വാല്യൂ അതിനെ കൽപ്പിച്ചിട്ടുണ്ട്. അത് അമൂല്യമായ വാല്യൂ ആണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അപ്പൊ ഈ അന്വേഷണത്തിൽ ഈ കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള പരിശ്രമം നടക്കണം. ഇപ്പൊ ചെറുതെങ്കിലും ഒരു ചെറിയ നേട്ടമുണ്ടായതിൽ ഞാൻ സന്തോഷം രേഖപ്പെടുത്തുകയാണ്. പക്ഷേ അതിന്റെ പ്രധാനപ്പെട്ട കാര്യത്തിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അന്വേഷണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോടതി തൃപ്തമാണെന്ന് പറഞ്ഞാൽ നമുക്കും തൃപ്തി തന്നെയാണ്. പക്ഷേ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഇത് കുറച്ച് സ്പീഡിൽ പോകാൻ സാധ്യതകളുണ്ട്. അങ്ങനെ വന്നാൽ പോലും തൊണ്ടി മുതൽ കണ്ടെത്തുന്നതിനോ അല്ലെങ്കിൽ പുറത്തുണ്ടായിരുന്ന സ്വർണ്ണപ്പാളി അവിടെ കൊണ്ടുവന്ന് അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്യുന്നത് കൊണ്ടോ കാര്യം തീരുകയില്ല. അതിനേക്കാൾ അപ്പുറത്ത് ഇവിടെ നിന്ന് ഈ കൊള്ള നടത്തുന്നതിന് വേണ്ടിയുള്ള നടപടിയെടുത്തതാര്, അതിന് വേണ്ട വിധത്തിലുള്ള ഒത്താശ ചെയ്തു കൊടുത്തതാര്, അതിനെല്ലാം അന്തരീക്ഷം ഒരുക്കിയതാര്, ഇതൊക്കെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. കാരണം ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ലോ. യുഗാന്തരങ്ങളായി നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിന്റെ അകത്തു നിന്നാണ് ഈ മോഷണം നടന്നുപോയിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ അർത്ഥത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.